ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡെയിലി ബേസിസിൽ ഓഫീസ് ഓർ കോളേജ് ഗോയിങ് ആയിട്ടുള്ളവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസറിൽ നിന്നാണ് കേട്ടോ. ഇത് അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ്. ഇത് തന്നെ വാങ്ങണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന ഏതാണോ അത് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് അങ്ങനെ വിടുക. അത് നമ്മുടെ ഫേസിലൊന്ന് സെറ്റ് ആവുന്നവരെ. അതിനിടയ്ക്ക് ഞാൻ ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലിപ്പ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടും വേണ്ടത് ഒരു സൺസ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ട് ആകുന്നത്, ഓയിലി സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ച്, ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ച്, കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓയിലി സ്കിന്നിന് പറ്റിയ ഒരു സൺസ്ക്രീനാണ് എടുക്കുന്നത്. പിന്നെ ഇത് തന്നെ വാങ്ങണമെന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെർമയുടെ സൺസ്ക്രീനാണ് കേട്ടോ. അത് അടിപൊളിയാണ്, ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസറും പിന്നെ ഈ ഒരു സ്കിൻ ഇലുമിനേറ്ററും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്നർ ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചില സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫേസ് കണ്ടിട്ടില്ലേ, ഒത്തിരി മേക്കപ്പ് ഒന്നും ഫേസിൽ കാണാനുണ്ടാവുകയില്ല, ഭയങ്കര ന്യൂഡായിട്ടായിരിക്കും മേക്കപ്പ് ചെയ്യുന്നത്, പക്ഷേ ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. സെലിബ്രിറ്റീസിൻ്റെ ഒന്നും അത്രയും ഗ്ലോ വന്നില്ല എങ്കിലും നമുക്കൊക്കെ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ടോ പിമ്പിൾ മാർക്സോ അങ്ങനെ പിഗ്മെൻറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഫേസ് ഒന്ന് ഈവൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻസൈറ്റിൻ്റെ ഈ ഒരു കളർ കറക്റ്റർ വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു കറക്റ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ഷെയ്ഡ് വേരിയേഷൻസ് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ്. പിന്നെ ഇത് അത്യാവശ്യം നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ കവർ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 200 സംതിങ് ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയപ്പോൾ. അപ്പോൾ ഇതിലൊരെണ്ണം വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ആ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ട മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഈ ഗ്ലോപ്പും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യാനുള്ള നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ക്ലിയർ സ്കിൻ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാരി വലിച്ചിടാണ്ട് ഒരു ക്ലീൻ ലുക്ക്, ഒരു ഗ്ലോയി ക്ലീൻ ലുക്കിലാണ് നമ്മൾ ഈ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ മേക്കപ്പ് ഇട്ടു എന്ന് ആർക്കും തോന്നാത്ത വിധം ഒരു മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മേക്കപ്പിൽ ഫൗണ്ടേഷനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് നമുക്ക് ഓഫീസ് ഗോയിങ് ആയാലും കോളേജ് ഗോയിങ് ആയാലും അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. പിന്നെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എല്ലാ മേക്കപ്പ് ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിവിടെ കൺസീലർ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ഉള്ളിടത്ത് മാത്രം ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നല്ല രീതിക്ക് ഹൈ കവറേജ് ചെയ്തല്ല ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഡെയിലി ഓഫീസ് വെയർ അല്ലെങ്കിൽ കോളേജ് വെയർ മേക്കപ്പാണ്. അപ്പോൾ ആ രീതിക്കുള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കണ്ണും ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തു. നമ്മുടെ ഫേസിന് ചേരുന്ന ഏത് രീതിയിലാണോ ആ രീതിയിൽ എഴുതി കൊടുക്കുക. അല്ലാതെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വിങ് ലൈൻ ചെയ്യുന്നത് ചിലർ കണ്ടു. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചേരില്ല. അതുകൊണ്ട് നമുക്ക് ചേരുന്ന ഏത് രീതിയിൽ മേളിൽ എഴുതുമ്പോഴാണോ താഴെ എഴുതുമ്പോഴാണോ അതോ ഫുൾ എഴുതുമ്പോഴാണോ അതേ രീതിക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ ചെയ്ത് ഈ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള നോർമൽ പൗഡർ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ല ഒരു കോമ്പാക്ട് പൗഡർ സെറ്റിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതും മിനിമലായിട്ട് എടുക്കണം. നമ്മൾ അധികമായിട്ട് കോമ്പാക്ട് പൗഡറോ സെറ്റിംഗ് പൗഡറോ യൂസ് ചെയ്താലും നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും ഒത്തിരി മേക്കപ്പ് ഇട്ട പോലെ നമുക്ക് തോന്നിക്കും. അതുകൊണ്ട് അത് മിനിമലായിട്ട് എടുക്കുക. എടുത്തിട്ട് നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലിപ്പ് ലൈനർ നമ്മുടെ കയ്യിലുള്ള ഏതാണോ നമ്മളിടുന്ന ലിപ്സ്റ്റിക്കിന് ഏകദേശം മാച്ചായിട്ടുള്ള ഒരു ലിപ്പ് ലൈൻ എടുത്തിട്ട് ലിപ്പൊന്ന് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസിന് സ്യൂട്ടാകുന്ന ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് മസ്കാരയാണ്. നിങ്ങൾക്ക് കണ്ണൊക്കെ വിടർന്നിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മസ്കാര അപ്ലൈ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനിയാണ് നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മേക്കപ്പ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടി ഹൈലൈറ്റർ എടുത്തിട്ട്, ഇത് ലിക്വിഡ് ഹൈലൈറ്ററാണ് കേട്ടോ, ലിക്വിഡ് അല്ല ഒരു ക്രീം ബേസ് ഹൈലൈറ്ററാണ് കേട്ടോ. അതെടുത്തിട്ട് നമ്മുടെ ഫേസിൻ്റെ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങോട്ട് തിരിച്ചാൽ ആ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിൽ ഭയങ്കര ഒരു ഗ്ലോയി ഡൂയി ഫിനിഷ് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ നോസ്, പിന്നെ 2 ചീക്സ്, ഫോർഹെഡ്, അങ്ങനെ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു നോർമൽ ഡെയിലി വെയർ മേക്കപ്പ് ലുക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. കമൻറ്റ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നോട് അറിയിക്കേണ്ടതാണ്. പിന്നെ ഞാനൊരു കമൻറ്റ് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ സ്കിന്നിൽ എപ്പോഴും പിമ്പിൾസ് വരുന്ന സ്കിന്നാണ്, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ, ഇത് ഞാനൊരു 5 മന്ത്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൽ കുരുക്കൾ വരുന്നില്ല, വരും,
പക്ഷേങ്കിൽ ഇത് അപ്ലൈ ചെയ്താൽ അപ്പോൾ തന്നെ അത് റെഡ്യൂസ് ആകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു കൺസീലർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസൈറ്റിൻ്റെ ഈ ഒരു കളർ കറക്റ്റർ പാലറ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കറക്റ്റർ വാങ്ങിയത് തന്നെ എൻ്റെ ഫോർഹെഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫോർഹെഡിൽ നല്ല ഫൈൻ ലൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് കവർ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനത് ചെയ്യാറില്ല. കാര്യം ഞാനൊരു ഫേസ് മസാജ് ചെയ്തിട്ട് ഫൈൻ ലൈൻസൊക്കെ നല്ലതായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. അങ്ങനെ ഫോർഹെഡിൻ്റെയോ ഫേസ് മസാജിൻ്റെയോ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ.